നമ്മൾ നോക്കുമ്പോൾ വലിയ അപകടങ്ങളൊക്കെ തലനാരിഴയ്ക്ക് മാറിപ്പോകുന്ന പല വാർത്തകളും നമ്മൾ ഓരോ ദിവസവും കാണുന്നുണ്ട്. ഏതായാലും അത്രത്തോളം മോശമായ രീതിയിൽ കാലാവസ്ഥ, പ്രതികൂലമായ രീതിയിൽ കാലാവസ്ഥ തുടരുകയാണ്. അതിതീവ്ര മഴ ഈ മാസം 30 വരെ തുടരുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. ഡാനി പോൾ ഉണ്ട്. ഡാനി, എന്താണ് എറണാകുളം ജില്ലയുടെ ഒരു സാഹചര്യം? അനിഷ്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ്. ഇന്ന് ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയും പല ഇടങ്ങളിലും തന്നെ അനിഷ്ട സംഭവങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ട നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവധി ബാധകമായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴയ്ക്ക് ഈ അതിരാവിലെ നല്ല മഴ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരല്പം ശമനം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഉള്ളത്. ഇവിടെ ഭൂതത്താൻ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ഇന്ന് എല്ലാ ഷട്ടറുകളും തന്നെ തുറക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ജലസേചന അണക്കെട്ടാണെങ്കിൽ കൂടിയും ജലസംഭരണം ഇപ്പോൾ ആവശ്യമില്ല. അതുകൊണ്ട് പെരിയാറിൻ്റെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ നദീ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രത പുലർത്തുന്ന ഒരു സമയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വലിയ രീതിയിലേക്ക് വെള്ളം ഉയരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് കരുതലോടുകൂടി തന്നെ കാണുക എന്ന രീതിയിൽ തന്നെ അറിയിപ്പ് സംവിധാനങ്ങൾ വന്നിരിക്കുന്നു. ജില്ലയിൽ വിവിധ താലൂക്കുകളിലായി ഏതാണ്ട് 30ഓളം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ മരങ്ങൾ വീണതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളിലാണ്. വിവിധ താലൂക്കുകളിലായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കൂടുതലും പറവൂരും അതോടൊപ്പം തന്നെ മറ്റ് കിഴക്കൻ മേഖലകളും കേന്ദ്രീകരിച്ചാണ് കൂടുതൽ വീടുകൾക്ക് മുകളിലേക്ക് ഈ മരങ്ങൾ വീണ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെയും ജില്ലയുടെ തീരമേഖലകളും അതീവ ജാഗ്രതയിൽ തന്നെ കടന്നു പോകുന്നു. കാരണം തിരമാലകൾ ഉയരാനുള്ള സാഹചര്യമുണ്ട് എന്ന രീതിയിലുള്ള അറിയിപ്പുകളുണ്ട്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത ഈ മേഖലയിൽ പുലർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം പശ്ചിമ കൊച്ചിയുടെ മേഖലകൾ, അതോടൊപ്പം തന്നെ വൈപ്പിൻ, ഇടവനക്കാട് മേഖലകൾ, ഇവിടങ്ങളിലെല്ലാം സാധാരണ രീതിയിൽ തന്നെ കാലവർഷ സമയത്ത് തന്നെയും തിരമാലകൾ വലിയ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതാണ്. ചെല്ലാനം മേഖലയിലും കണ്ണമാലി സ്ഥലങ്ങളിലുമെല്ലാം തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം വേണ്ടി വന്നാൽ ആളുകളെ ഒഴിപ്പിക്കാൻ സജ്ജമായിരിക്കാനായിട്ട് ജില്ലാ ഭരണകൂടം തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആളുകളെ ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം വേണ്ടി വന്നാൽ ഉടൻ ആരംഭിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. അങ്ങനെ പൊതുവിൽ ജാഗ്രതയിൽ തന്നെയാണ് എറണാകുളം ജില്ല പൊതുവിൽ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് പെരിയാറിന്റെ കരകളിലുള്ളവരോട് ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഡാമുകളുടെ ഷട്ടറുകൾ അത് ഭാഗികമായിട്ട് തുറക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് ജാഗ്രത വന്നിരിക്കുന്നത്. തീർച്ചയായും ഡാനി പോളാണ് എറണാകുളത്തെ വിവരങ്ങൾ പങ്കുവച്ചത്. എറണാകുളത്തും റെഡ് അലർട്ടാണ്. അതീവ ജാഗ്രത തുടരുകയാണ്. അവിടെ വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ അധികൃതർ എടുത്തിട്ടുണ്ട് എന്നും പറയുന്നു. പെരിയാറിന്റെ തീരത്തുള്ളവർ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണ്. തിരുവനന്തപുരത്തേക്ക് പോകാം. ഡാൻ കുര്യനുണ്ട്. ഡാൻ, ഗുഡ് മോർണിംഗ്. എന്താണ് തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം? ഇടതടവില്ലാതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഇല്ല എന്ന് തോന്നുന്നു, അല്ലേ? ഇപ്പോൾ തെല്ലൊന്ന് ശമനമുണ്ട്. മഴ കുറച്ചധികം നേരമായി പെയ്യുന്നില്ല. പക്ഷേ കാർമേഘം മൂടിയ നിലയിലാണ്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്ത് എടുത്തു പറയേണ്ട കാര്യം, പ്രധാനപ്പെട്ട ബീച്ചുകൾ ഉൾപ്പെടെ കോവളത്തുൾപ്പെടെ ശംഖുമുഖത്തുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വരുന്ന 29-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന കർശനമായ നിർദ്ദേശം നൽകപ്പെട്ടിരിക്കുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ശക്തമായ കടലാക്രമണത്തിന് സാധ്യത നിൽക്കുന്നു. അതോടൊപ്പം ഉയർന്ന തിരമാലകൾ, ഇത് രണ്ടുമാണ് വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കുന്ന തരത്തിലേക്ക് അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. അത് മിന്നൽ പ്രളയ സാധ്യതകളിലേക്ക് വരെ വഴിവെക്കുന്ന ഒരു പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ടാണ് ദുരന്ത നിവാരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നടക്കം അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടന്നിരിക്കുന്നത്. റവന്യൂ വകുപ്പിനെയും മറ്റ് നഗരസഭ ഉൾപ്പെടെയുള്ള ഭരണകൂടങ്ങളുടെയുമൊക്കെ തയ്യാറെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ക്യാമ്പുകൾ, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൺട്രോൾ റൂമുകളൊക്കെ കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. യെസ്, അതാണ് തിരുവനന്തപുരത്തെ സാഹചര്യം. ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യത ഉണ്ട്. കേരള തീരത്ത് ഒന്നാകെ മത്സ്യബന്ധനത്തിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടിയാണ്.
ഡാൻ കുര്യൻ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് നേരെ നമുക്ക് കാസർഗോട്ടേക്ക് പോകാം. KV ബൈജു ഉണ്ട് അവിടെ നിന്ന്. ബൈജു, ഗുഡ് മോർണിംഗ്. എന്താണ് കാസർഗോട്ടെ ഒരു സാഹചര്യം? കാലാവസ്ഥ എങ്ങനെ നിൽക്കുന്നു? ശക്തമായ മഴയല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. അതിശക്തമായ മഴ തന്നെയാണ് കാസർഗോഡ് ജില്ലയിലും തുടരുന്നത്. ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടവിട്ട് സമയങ്ങളിൽ ഇത്തരത്തിൽ ശക്തമായ മഴ, അതോടൊപ്പം ശക്തമായി വീശിയടിക്കുന്ന കാറ്റ്, അത് തന്നെയാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകൾ വ്യാപകമായി നിലനിർത്തുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ മഴ തന്നെയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കാസർഗോഡ് ജില്ലയിൽ ഉള്ളത്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് അതിശക്തമായ മഴ ഉണ്ടാകുന്നത്. നമുക്കിപ്പോൾ കാണാം, ഇപ്പോൾ തെല്ലൊന്ന് ശാന്തത കാണാം. പക്ഷേ ഏത് സമയത്തും വളരെ ശക്തമായ രീതിയിലുള്ള മഴ വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാസർഗോഡിലുള്ളത്. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ കുപ്പത്താണ്. വലിയ തോതിൽ കുപ്പത്ത് മണ്ണിടിച്ചിൽ തുടരുന്നു. ദേശീയപാതയിലെ വലിയ ആശങ്കയോടുകൂടിയാണ് ഒരുപാട് ആളുകൾ ഈ കുപ്പം മേഖലകളിൽ കഴിയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് കുപ്പത്തെ ആശങ്ക. അവിടെ മണ്ണിടിച്ചിൽ രൂക്ഷമായി തുടരുന്നു എന്നത് തന്നെയാണ്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. ഒപ്പം വിനോദസഞ്ചാര മേഖലകളിൽ എല്ലാം തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരപ്രദേശത്തുള്ള ഈ കൈറ്റ് ബീച്ച്, പള്ളിക്കര ബീച്ച് തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ നിയന്ത്രണം തുടരുന്നു. അതോടൊപ്പം തന്നെ റാണിപുരം ടൂറിസം, ഇക്കോ ടൂറിസമാണ്. റാണിപുരം ടൂറിസത്തിലേക്കും യാത്ര ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അനാവശ്യ യാത്രകൾ ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. കാരണം പല ഭാഗങ്ങളിലും ഈ മരങ്ങൾ കടപുഴകി വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്രത്തോളം ശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം സജ്ജമാണ്. പക്ഷെ ഇതുവരെ ആരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. ആശ്വാസകരമെന്നത് വലിയ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. ആര്യ, തീർച്ചയായും കാസർഗോട്ടെ സാഹചര്യം അതാണ്. റെഡ് അലേർട്ടാണ്, അതിശക്തമായ മഴ, അതിനൊപ്പം അതിശക്തമായ കാറ്റാണ് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത് എന്നാണ് KV ബൈജു നമുക്ക് പങ്കുവെക്കുന്ന വിവരം.